പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ജീതു. ഞാൻ അബ്ബാസിയിൽ നിന്ന് വരുന്നു. ആദ്യമേ തന്നെ എനിക്ക് ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ജോലി സംബന്ധമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇവിടെ വന്നത്. ഞാനൊരു നേഴ്സാണ്. ഇവിടെ വന്ന് ഞാൻ സോൺ വിസ എടുത്ത് സെക്രട്ടറി പോസ്റ്റിലാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേഴ്സായിട്ട് എവിടെയെങ്കിലും കയറാം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് പ്രോംപ്റ്റ് എക്സാം നിർബന്ധമാക്കി. ഞാൻ ഇവിടെ വെച്ച് നാട്ടിൽ അത് കഴിഞ്ഞ് എനിക്ക് ഒരു ഏപ്രിലൊക്കെ ആയപ്പോൾ എനിക്ക് നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പം ഞാൻ അവിടെ പോയി ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു. എഴുതി, പക്ഷെ എനിക്കത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പിന്നെയും തിരിച്ചിങ്ങോട്ട് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പേ MOH ഒന്ന് അപ്ലൈ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും MOH ഒരു മെയിൽ വന്നു. പക്ഷെ മെയിലിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 18 വിസക്കാരെ എടുക്കണില്ല എന്ന് പറഞ്ഞു. അതായത് നേഴ്സ് വിസക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ, ഫാമിലി വിസക്കാരെ ഫാമിലി വിസക്കാരെ നേഴ്സ് വിസക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓൾറെഡി റിജക്റ്റ് ആയി. അപ്പം ഞങ്ങൾ തിരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോമട്രി ഒന്നുകൂടെ എഴുതാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് നാട്ടിൽ പോയി ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞ് നാട്ടിൽ വെച്ച് എനിക്ക് കിട്ടിയില്ല. തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഒന്നുകൂടെ ചില സ്ഥലങ്ങളിൽ നോക്കി. പക്ഷേ പ്രോമട്രി തന്നെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ആൻറ്റി വഴിയാണ് ഞാൻ ഈ കൃപാസന ലിങ്ക് എനിക്ക് അയച്ചു തരുന്നത്. അപ്പം ഞാൻ ബാബുബ്രദറിനോട് സംസാരിച്ചു. ബ്രദർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു അഖണ്ഡ ജപമാലയെങ്കിലും ഡയറക്റ്റ് വന്ന് കൂടണമെന്ന് പറഞ്ഞു. എനിക്ക് ജൂൺ 3-ാം തീയതി ആയിരുന്നു പ്രോമട്രി എക്സാം. പക്ഷേ എനിക്ക് അന്ന് അത് കഴിഞ്ഞുള്ള വെള്ളിയാഴ്ചയാണ് ഞാൻ അഖണ്ഡ ജപമാലയ്ക്ക് വന്നത്. ഇവിടെ പ്രോമട്രി എക്സാം എഴുതിയിട്ട് ഞാൻ ഫെയിലായി. അപ്പം അതിന് തൊട്ട് മുമ്പ് എനിക്ക് MOH പിന്നെ ഒരു മെയിൽ വന്നു. അങ്ങനെ അവർ പറഞ്ഞു 18 വിസക്കാരെ അവർ എടുക്കുന്നുണ്ട്, നിങ്ങൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൽ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. കോളേജിൽ നിന്ന് അവരെനിക്ക് തരുന്നില്ലായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഒരു മാസമെങ്കിലും മിച്ചം എടുക്കും. അപ്പം മിനിസ്ട്രിയിൽ വന്നപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡേറ്റ് തരാം എക്സാമിന് വന്നു. ഞാനപ്പോൾ ബാബുബ്രദറിനെ വിളിച്ചു പറഞ്ഞു. പിന്നെ അഖണ്ഡ ജപമാലയ്ക്ക് ഞാൻ ജൂൺ 6-ാം തീയതി വന്നു. 6-ാം തീയതി കഴിഞ്ഞുള്ള സൺഡേ എനിക്ക് മിനിസ്ട്രിയിൽ നിന്ന് മെയിൽ വന്നു. ഞാൻ ഓൾറെഡി ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവരെനിക്ക് എക്സാമിനുള്ള ഡേറ്റ് തന്നു. പിന്നെ അന്ന് 6-ാം തീയതി ഇവിടെ വന്നപ്പം എനിക്കും ഉപ്പും ബ്രദർ വെഞ്ചരിച്ച് ഉപ്പും കൊന്തയെല്ലാം തന്നിരുന്നു. ഞാൻ എക്സാമിന് പോയപ്പോഴത്തേക്ക് ഉപ്പിട്ടാണ് പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റി. അത് കഴിഞ്ഞ് ഫുൾ എനിക്ക് തടസ്സങ്ങളായിരുന്നു. പിന്നെ മെഡിക്കൽ അവർ വിളിച്ചു. പിന്നെ അറ്റസ്റ്റേഷന് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചു. ആ ഹോൾഡ് ചെയ്ത സർട്ടിഫിക്കറ്റിന് എന്തോ അവർ ജെനുവിനിറ്റി തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേറ്റ് ആക്കി. പക്ഷെ അതിന്റെ മെയിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അത് മാത്രമല്ല, എനിക്ക് ബാക്കിയെല്ലാം വെച്ച് അമ്മ മാതാവ് എനിക്ക് മെഡിക്കലിനുള്ള പേപ്പേഴ്സ് തന്നു. പക്ഷെ ഞാൻ അത് മെഡിക്കൽ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മെഡിക്കൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മെഡിക്കലിന് തന്നെ എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ കൂടെ സെയിം ആ ഒരു പ്രശ്നമുള്ള ചേച്ചിയുടെ റിപ്പീറ്റ് അടിച്ചു. പക്ഷെ ഞാൻ അന്നാണേലും ഞാൻ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് അവിടെ നിന്ന് എനിക്കത് ഫിറ്റ്നസ് കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ടൊരു കമ്മിറ്റി എനിക്ക് വരുന്നേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആഗസ്റ്റ് 28-ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 1-ാം തീയതി എൻ്റെ ഈ പുതിയൊരു MOH ഒരു പുതിയ സർക്കുലർ വന്നു. ഈ 18 വിസ നേഴ്സ് വിസ അല്ലാത്തവർക്കെല്ലാം ആരെയും എടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സർക്കുലർ വന്നു. അന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങളൊരു 10-75 ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ഞാൻ ബാബുബ്രദറിനെ വിളിച്ചു. ബാബുബ്രദർ എന്നോട് പറഞ്ഞു 9 അത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്, നിങ്ങൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കണം, 5 ജപമാല വെച്ച് ചെല്ലണം, പിന്നെ 9 അഖണ്ഡ ജപമാലയ്ക്ക് കണ്ടിന്യൂസ് വരണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. എനിക്ക് എൻ്റെ ഒക്ടോബർ 11-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അതിന് മുമ്പ് മാതാവിനോട് പറഞ്ഞു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ഈ പ്രശ്നം ഞങ്ങളുടെ എല്ലാവരും ഈ പ്രശ്നം ഒന്ന് മാറ്റി തന്നെ. കാരണം ഞങ്ങളെല്ലാം സങ്കടപ്പെട്ടു. കാരണം ഓൾമോസ്റ്റ് കുറെ പേര് വർക്ക് പെർമിറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഇത് എല്ലാം പറഞ്ഞ് എനിക്ക് ഒക്ടോബർ ഒരു 8-ാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്ക് അവര് മെയിൽ അയച്ചു, ഞങ്ങളുടെ ഈ പ്രശ്നം സോൾവ് ആയി. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് പേർക്ക് കമ്മിറ്റി അപ്രൂവൽ വന്നു. അത് കഴിഞ്ഞ് എനിക്ക് കമ്മിറ്റി അപ്രൂവൽ വരുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ
പിന്നെയും കണ്ടിന്യൂ എനിക്ക് ഈ സങ്കടങ്ങളൊക്കെ വന്നാൽ പോലും ഞാൻ മാതാവിന് ഒരിക്കലും മാറി നിന്നിട്ടില്ല. മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ലാസ്റ്റ് ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് എന്റെ കമ്മിറ്റി അപ്രൂവൽ വന്നു. കമ്മിറ്റി അപ്രൂവൽ വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഈ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പം എന്റെ കമ്മിറ്റി എനിക്ക് എന്റെ സിവിൽ ഐഡിയിൽ ഓൾറെഡി എക്സ്പയറി ആയി, പക്ഷെ വർക്ക് പെർമിറ്റ് എക്സ്പയറി ആയി. പക്ഷെ എനിക്ക് എന്റെ പേപ്പർ കിട്ടുന്നില്ലായിരുന്നു. 6 ദിവസം കഴിഞ്ഞാണ് ആ പേപ്പർ കിട്ടിയത്. ആ പേപ്പർ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ച ഞാൻ അച്ഛന്റെ ധ്യാനം കൂടും. അപ്പം ചൊവ്വാഴ്ച ദിവസത്തിലാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഞാൻ ആ ധ്യാനം കൂടി തീർന്നപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ആ പേപ്പർ ഞങ്ങൾ ചോദിക്കാതെ തന്നെ പുള്ളി അയച്ചു കൊടുത്തു. അങ്ങനെ അത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. വിസ അടിക്കാൻ വേണ്ടി സബ്മിറ്റ് ചെയ്തു. പക്ഷെ കഴിഞ്ഞ നവംബർ 15-ാം തീയതിയാണ് എന്റെ വിസ നമ്മളിവിടെ വന്നതിന്റെ 1 ഇയറിലെ വിസ തീരേണ്ടത്. അത് തീർന്നു. പക്ഷെ ഞാൻ നവംബർ 6-ാം തീയതി ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവർക്കും 1 വീക്ക് കൊണ്ട് വിസ അടിക്കും. പക്ഷെ ഞങ്ങള് സബ്മിറ്റ് ചെയ്തവർക്കൊന്നും വിസ അടിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തോ ക്രിമിനൽ സ്റ്റാറ്റസിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. അത് ഞങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞു നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്തോ അപ്ഡേറ്റ് ചെയ്യണം, മന്ദൂപ്പിനെ കൊണ്ട് പോയി സൂണിൽ പോയി ക്യാൻസൽ ചെയ്യണം, ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ മന്ദൂപ്പിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഓൾറെഡി എല്ലാ കാര്യങ്ങളും തീർന്നതിന് നിങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്യണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ എല്ലാം ക്യാൻസൽ ചെയ്ത് തന്നു വിട്ടത്. എന്നാണെങ്കിലും കഴിഞ്ഞ ചൊവ്വാഴ്ച ധ്യാനം കൂടുന്നതിന് മുമ്പ് ഞാൻ എന്റെ സിവിൽ ഐഡി സ്റ്റാറ്റസ് നോക്കിയപ്പോഴത്തേക്ക് വിസ അടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവ് ഈ ധ്യാനം തീരുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഫ്രണ്ട്സിനും ഈ വിസ അടിച്ചു കിട്ടണേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ധ്യാനം തുടങ്ങിയ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് മാത്രം ടെക്സ്റ്റ് മെസ്സേജ് വന്നു, നിങ്ങളുടെ സിവിൽ ഐ ഡി സ്റ്റാറ്റസ് ഓക്കെ ആയി, അല്ല സിവിൽ ഐ ഡി സ്റ്റാറ്റസിൽ പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞോണ്ട് വന്നു. അപ്പൊ ഞാൻ എന്റെ നോക്കിയപ്പോഴത്തേക്ക് ഓൾറെഡി വിസ അടിച്ചു എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർക്കും എല്ലാം അടിച്ചെന്ന് പറഞ്ഞു. ഇതുവരെ തന്നെ എല്ലാ നന്മകൾക്കും അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഇതെന്റെ 16-ാമത്തെ അഖണ്ഡ ജപമാലയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 13 ജപമാല ഞാൻ കൂടി. കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് വിസ ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഹസ്ബൻഡിന് ഇത് 10-ാമത്തെ ജപമാലയാണ്. ആദ്യം ഹസ്ബൻഡ് ഞാൻ പോയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെക്കാളും ആദ്യമേ പേര് കൊടുക്കുന്നത് ഹസ്ബൻഡാണ്. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതുവരെ തന്നെ എല്ലാം നമ്മൾക്ക് അമ്മയോട് നന്ദി പറയുന്നു.